കുടംപുളി ഏറ്റവും ചെറിയൊരു പീസ് എടുക്കാവുള്ളൂ, ഒരുപാട് പുളി വരരുത്. ഇതൊരു മരുന്നിനായിട്ട് ചേർക്കണതാണ്. പുളി ഇങ്ങനെ കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുക. പുളി കുഞ്ഞാക്കി അരിഞ്ഞത് അതും വെള്ളത്തിലോട്ട് ഇട്ടു. ഇനി അതൊന്ന് നന്നായിട്ട് തിളയ്ക്കുക. ഒരു ദിവസം ഞാൻ ഒരു 5-6 സെക്ഷൻ വർക്കൗട്ട് സെക്ഷൻ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, പാർലറുണ്ട്. നമ്മളിവിടെ എല്ലാം ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് എനർജി തരുന്നത് ഈ ഡ്രിങ്കാണ്. സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ ബോഡിയുടെ ഫാറ്റൊക്കെ കളഞ്ഞ് നല്ല എനർജി തരും, പ്രതിരോധം ഉണ്ടാക്കും. ചെറിയൊരു പനി ഉണ്ട് എങ്കിൽ പോലും മരുന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറന്നു തന്നെ ഇരിക്കണേ. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഹോസ്പിറ്റലിലൊന്നും പോവാതെ ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നമസ്കാരം. ഇതാണ് എൻ്റെ ഒരു എനർജി ഡ്രിങ്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. രാവിലെ വർക്കൗട്ട് സെക്ഷന് പോകുന്നതിന് മുമ്പ് ഞാനിത് കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കൂടെ നമ്മൾ മുന്തിരിയോ ഈന്തപ്പഴം അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു ഫുൾ എനർജി തരുന്നത് ഈ വാട്ടറാണ്. അപ്പം ബോഡിയിൽ നീർക്കൊട്ടുണ്ടാവില്ല, നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. നമുക്ക് നല്ല എനർജി വേണ്ടതോ ഒന്നും ഉണ്ടാക്കി കുടിച്ചിട്ട് നമ്മളൊരു പണി ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ വർക്കൗട്ട് സെക്ഷന് പോകുമ്പോഴെല്ലാം ഈ വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് രാത്രി വരെ നല്ല എനർജിയോടെ നിൽക്കാൻ പറ്റും. നല്ലൊരു എഫക്റ്റുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ പനിയുള്ള സമയത്ത് നമ്മളത് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് കുരുമുളകും ചുക്കും കൂടെ ഒന്ന് ഇടിച്ചെടുക്കുക. ഇത് കുടംപുളിയുടെ ചെറിയൊരു പീസാണ്, ഒരു കുഞ്ഞ് പീസ്. അതിനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിടുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് കുടംപുളി ഏറ്റവും ചെറിയൊരു പീസ് എടുക്കാവുള്ളൂ, ഒരുപാട് പുളി വരരുത്. ഇതൊരു മരുന്നിനായിട്ട് ചേർക്കണതാണ്. കുരുമുളകൊന്ന് ചതച്ചതിന് ശേഷം ചുക്കിട്ട് കൊടുക്കുക. ചുക്ക് നന്നായിട്ട് ചതയ്ക്കുക. നമ്മൾ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചുക്ക് പൊടിച്ച് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. പുളി ഇങ്ങനെ കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുക. പുളി കുഞ്ഞാക്കി അരിഞ്ഞത് അതും വെള്ളത്തിലോട്ട് ഇട്ടു. ഇനി അതൊന്ന് നന്നായിട്ട് തിളയ്ക്കുക. തിളച്ചിങ്ങ് വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെക്കണം. ഇത് ജലദോഷത്തിനൊക്കെ ചേർക്കുന്ന പോലെ തുളസിയിലോ അങ്ങനത്തെ സംഭവം ചേർക്കണ്ട. ഇത് നമുക്കൊരു എനർജി കിട്ടാൻ ഡ്രിങ്കെന്ന് മാത്രം ഓർത്താൽ മതി. നിങ്ങൾക്ക് ഏത് സമയത്തൊരു ക്ഷീണം വരുമ്പോൾ നമുക്ക് വീട്ടിലെ പണി അല്ല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കാൻ ഒരു മടി തോന്നിയാൽ ഈ വെള്ളം കുടിക്കുക. ഇത് മൂടി വെച്ചിട്ടൊരു 3 മിനിറ്റ് തീ കുറച്ചിട്ട് വേണം കറക്റ്റാക്കാനായിട്ട്. ഇനി നമുക്ക് ആ മൂടി ഒന്ന് മാറ്റാം. ഇനി നമുക്ക് മൂടി ഒന്ന് മാറ്റി ഇത് വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് അതിനൊന്ന് അരിച്ചെടുക്കണം. അരിപ്പയിലോട്ട് അത് അരിച്ചിട്ടുണ്ട്. ഇനി ഈ പിശിര് വീണ്ടും നമുക്ക് ഇതിലോട്ട് തന്നെ ഇട്ട് വെക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വിട്ടേക്കുക. വൈകുന്നേരം വീണ്ടും കുടിക്കുക. ഇതുണ്ടോ, നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. മൂടി വെച്ചേക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീണ്ടും കുടിക്കുക. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഇത് ഒഴിക്കുക. ചെറു ചൂടോടെ വേണം ഇത് കുടിക്കാനായിട്ട്. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉണ്ടോ, മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ചാടിപ്പോയത്. ഇട്ട് ചെറു ചൂടോടെ തന്നെ വേണം കുടിക്കാനായിട്ട്. ഫുഡ് കഴിഞ്ഞതിന് ശേഷം കഴിക്കാം. അസിഡിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും കഴിച്ചിട്ട് കിടക്കുന്നതാണ് നല്ലത്. രാത്രി പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുന്നതിന് നല്ലത്. ഇത് നമുക്ക് ബോഡിക്ക് ഒരുപാട് ഇത് നമ്മുടെ ബോഡിയുടെ ഫാറ്റൊക്കെ കളഞ്ഞ് നല്ല എനർജി തരും, പ്രതിരോധം ഉണ്ടാക്കും. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസത്തിൽ ഇത് ട്രൈ ചെയ്യുക. സ്ഥിരം കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഞാനിത് സ്ഥിരം കഴിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.